ഇന്ന് പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി സൗമ്യ കേസിലെ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടുകയായിരുന്നു. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ജയിൽ ചാട്ടം തന്നെയാണ് അവിടെ നടന്നത്. വലിയ സുരക്ഷാ പാളിച്ച, സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാണ്. 4 ജയിൽ ഉദ്യോഗസ്ഥർ, ഗോവിന്ദച്ചാമിയെ നിരീക്ഷിക്കാൻ ചുമതലയുണ്ടായിരുന്ന 4 ജയിൽ ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും കൂടുതൽ ഇടങ്ങളിലേക്ക്, കൂടുതൽ തലങ്ങളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കും, നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജയിൽ മേധാവിയുടെ പ്രതികരണത്തിൽ നിന്നടക്കം അതാണ് മനസ്സിലാകുന്നത്. വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് അവിടെ സംഭവിക്കപ്പെട്ടിരിക്കുന്നത്. നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, കാര്യമായ ആസൂത്രണം ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദച്ചാമി നടത്തി എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ കൈവശമുള്ള വിവരങ്ങൾ? വലിയ ആസൂത്രണം ഈ ഗോവിന്ദച്ചാമി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ നേരത്തെ ഉണ്ടായിരുന്ന ആ രൂപത്തിൽ നിന്ന് മാറുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് തന്നെയാണ്. ആദ്യം ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇയാളുടെ പദ്ധതി. കാരണം നമ്മൾ നേരത്തെ ഗോവിന്ദച്ചാമിയുടെ എന്ന രീതിയിൽ നമ്മൾ കണ്ട ചില ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പിടിയിലായ ഗോവിന്ദച്ചാമിയുടെ രൂപം കണ്ടാൽ അറിയാം അയാൾ ഈ ജയിൽ ചാടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ശരീരഭാരം കുറയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനായി ഇയാൾ ഭക്ഷണ ക്രമീകരണം ഉൾപ്പെടെ നടത്തിയിരുന്നു എന്നുകൂടി അറിയുന്നുണ്ട്. അതിനുശേഷം ഇന്ന് ഇയാൾ ചെയ്തത് കൃത്യമായി ഈ സെല്ലിന്റെ കമ്പികൾ അത് മുറിച്ച് മാറ്റുകയായിരുന്നു എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് എന്നതാണ്. അതിനുശേഷം പുറത്തേക്ക് കടക്കുന്നു. പുറത്തേക്ക് കടന്ന് ഈ മതിലിന്റെ ഭാഗത്തേക്ക് വരുന്നു. നേരത്തെ തന്നെ ഇയാൾ ഈ ജയിലിന്റെ മതിലിന്റെ ഉയരം ഉൾപ്പെടെ, അതായത് കാരണം ഇയാൾക്കൊരു കൈയില്ല, അപ്പോൾ സ്വാഭാവികമായും 2 കൈയുമുള്ള ഒരാൾ ഇറങ്ങുന്നത് പോലെ ഇങ്ങനെ കയർ കെട്ടി ഇയാൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല.